Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ജീരകക്കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അത് ഓതൻറ്റിക് രീതിയിൽ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ അപ്പോഴപ്പോൾ തന്നെ കിട്ടത്തുള്ളൂ. ഈ ടൈമിലൊക്കെ ബെസ്റ്റായിട്ടുള്ള ഒരു കഞ്ഞാണ് കേട്ടോ ഇത്. ഇതിന് വേണ്ടിയിട്ട് ബ്രോക്കൺ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പൊടിയേരി അത് പാക്കറ്റിൽ ഡബ്ലോസിൻ്റേതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു 3/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് എത്രയാണ് ക്വാണ്ടിറ്റി ആവശ്യം അതിനനുസരിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനൊരു മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നുള്ളത്. അതിനെ ഒരു 4-5 പ്രാവശ്യം കഴുകി എടുത്തതിന് ശേഷമാണ് ഇതിപ്പോൾ കാണുന്നുള്ളത്. നല്ല വെളുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഇതിനെ വേവിച്ചെടുക്കുന്നുള്ളത്. ഇത്രയും വെള്ളം പോരാ, ആദ്യം നമ്മൾ ഇത്ര വെള്ളം വെച്ചാൽ മതി, ഇല്ലെങ്കിൽ അത് തിളച്ച് വരുന്ന ടൈമിൽ ഇങ്ങനെ തൂവി മേലേക്കായിട്ട് പോവും. അതിനാണ് ഇത് ഇത്രയും മൂടി കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് അത് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂണും 1 പീസ് പട്ടയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾക്ക് ഇതിനെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നല്ല പോലെ വെന്തോടെയാണ് കേട്ടോ, എന്നാലാണ് ഇതിനൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നുള്ളത്. പൊടിയരി അവിടെ വേവുന്ന ടൈമിൽ നമ്മൾക്ക് 5-6 കുഞ്ഞുള്ളി ഇല്ലേ, ചെറിയുള്ളി, അതാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. 1 കപ്പ് തേങ്ങയും ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഫ്രഷ് ചിരവിയ തേങ്ങയാണത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ജീരകമാണ് കേട്ടോ, നല്ല ജീരകം, ക്യുമിൻ സീഡ്, അതാണ് ഇട്ടുകൊടുക്കുന്നുള്ളത്. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ നമ്മൾക്ക് ഇതിനെ അരച്ചെടുത്ത് വരാം. ആ ടൈമിൽ ഇത് നല്ല പോലെ വേവുന്നുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ കൂട്ടി കൊടുക്കാം. എന്നിട്ട് ഒന്ന് വെള്ളം എല്ലാ സൈഡിലേക്കും എത്തത്തക്ക വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾക്ക് ഇതിനെ ഒന്നുകൂടി മൂടി വെച്ച് നല്ല പോലെ വേവിക്കാൻ. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള അരവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് ഒന്നുകൂടി നോക്കാം. അപ്പോൾ നല്ല പോലെ വെന്തിട്ട് ഉണ്ട്. ഇപ്പോൾ ഈ ടൈമിൽ വെന്തൊടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഈ ടൈമിലാണ് ഈ തേങ്ങയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നുള്ളത് കേട്ടോ. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് മൺചട്ടിയിൽ വെക്കുന്നത് കാരണം നമ്മളുടെ അരിയൊക്കെ അടിക്കൊക്കെ ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് ഈ ടൈമിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്. ഫസ്റ്റ് ടൈമിൽ ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്നൊന്നും അരി വെന്ത് കിട്ടൂല, അതൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നല്ല വെന്തതിന് ശേഷം തേങ്ങയുടെ അരപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം മാത്രമാണ് ഉപ്പ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഗീ തന്നെ ഇട്ട് കൊടുക്കണം. നല്ല 1/2 kgയുടെ 1 ടേബിൾ സ്പൂൺ ഗീയാണ് ഞാൻ അവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് ഇത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഒന്നുകൂടി മാറ്റി കൊടുക്കുന്നുണ്ട്. അത് സെർവ് ചെയ്യാന്ന് കേട്ടോ. ഇത് നമ്മൾക്ക് ഇതിലേക്ക് സെർവ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചെടുക്കാം കേട്ടോ, നല്ല ചൂടുവെള്ളം. ഇത് ചെറിയ ഉള്ളിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനെ മൂപ്പിച്ചെടുക്കണം. ഇതാണ് ഇതിലേക്ക് താളിച്ചൊഴിക്കുന്നുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞില്. അപ്പോൾ അതിലേക്ക് ഇതും കൂടി ചേർത്തിട്ടാകുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് ഇത് കഴിക്കുന്ന ടൈമിൽ. നമ്മൾക്ക് മനസ്സും ശരീരവും ഒരുപോലെ ഈ റംസാൻ ടൈമിലായാലും ഏത് ടൈമിലായാലും നാട്ടിലൊക്കെ വല്ലാത്ത ചൂടാണ്. ആ ടൈമിലൊക്കെ ഹെൽത്തി ആയിട്ട് നമുക്ക് ക്ഷീണമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ പെട്ടെന്ന് മാറാൻ ഈ കഞ്ഞി ഏറ്റവും നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്ക്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. പൊടിയരി കഞ്ഞി ഇഷ്ടപ്പെടുന്ന എല്ലാവരും, അത് കഴിക്കാത്തവർ പോലും ഇത് കഴിക്കും. അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിനെ നോമ്പ് കഞ്ഞെന്നും ജീരകക്കഞ്ഞെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നാട്ടിൽ എന്താണ് ഇതിനെ പറയുക, നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോ? അതൊക്കെ ഒന്ന് കമൻറ്റായി പറയാൻ മറക്കല്ലേ. നോമ്പ് കഞ്ഞി ജീരകശാല അരിയിൽ ഞാൻ വേറെയും ഇട്ടിട്ടുണ്ട്. അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക്. ഞങ്ങൾ നാട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കഞ്ഞിയാണ് നോമ്പ് കാലത്ത്. ലാസ്റ്റ് അപ്ലോഡഡ് റാഗി മണ്ണിയാണ്. അതും കാണാത്തവർ ഒന്ന് പോയി കണ്ടു നോക്ക്.
എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ റെസിപ്പീസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.